الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن شر الدواب عند الله الصم البكم الذين لا يعقلون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവും സദാസമയം നമ്മെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളെയും വിലക്കുകളെയും യഥോചിതം പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട ഒരു ജീവിതം ശുഷ്കമായ നൈമിഷികമായ ഈ ഭൗതിക ലോകത്ത് കാഴ്ചവെക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. മൗനമായിട്ടിരിക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അവയവങ്ങൾ കൊണ്ട് നാം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഏതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ചിന്ത എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതര ജന്തുക്കളെ അപേക്ഷിച്ച് നമ്മുടെ ഒരു ശേഷിയുമാണ് ചിന്തിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ആവറേജ് ഒരു ദിവസം 60,000 മുതൽ 80,000 വരെ ചിന്തകളിലൂടെ കടന്നുപോകുന്നുണ്ട് എന്നാണ് മനുഷ്യ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും വേഗതയുള്ള കാര്യവും മനുഷ്യന്റെ ചിന്തയ്ക്കാണ് എന്നും നമുക്ക് ഈ രംഗത്തുള്ള പഠനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇത്രയധികം ചിന്തകളിലൂടെ നാം കടന്നു പോകുമ്പോൾ എന്തിനെക്കുറിച്ചാണ് നാം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഭൗതികമായ
നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമുക്ക് നേടാനുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ നേടാതെ പോയ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെ, സമ്പത്തിനെ, കുടുംബത്തെ, സമൂഹത്തെ, ഇങ്ങനെ വെറും ഭൗതികമായ കാര്യങ്ങളെ മാത്രം ഉടക്കിയാണ് നമ്മുടെ ജീവിതമെങ്കിൽ യാതൊരുവിധ ഗുണവുമില്ലാത്തവരായി നാം മാറും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ, ജന്തുക്കളിൽ ഏറ്റവും മോശപ്പെട്ട ജീവി എന്ന് പറയുന്നത് ചിന്തിക്കാതിരിക്കുകയും മൂകനും ബധിരനുമായി കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നവനാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു മണിക്കൂർ ദീനിയായിട്ടുള്ള, പരലോക സംബന്ധമായിട്ടുള്ള ചിന്ത, അതിന്റെ മഹത്വം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈല. ഒരു മണിക്കൂർ അല്ലെങ്കിൽ അല്പസമയം ചിന്തിച്ചിരിക്കുന്നത് ഖിയാമുൽ ലൈലിനേക്കാൾ ഖൈറാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. പടച്ചറബ് നമുക്ക് തലച്ചോറ് നൽകിയത് ചിന്തിക്കാനാണ്. അതുകൊണ്ട് തന്നെ ചിന്തിക്കാൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചിന്തിക്കുക എന്നുള്ളതല്ല, ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിന്റെ 179-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ധാരാളം ആളുകളെ കൊണ്ട് ഞാൻ നരകം നിറക്കും. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അവർ അതുകൊണ്ട് ചിന്തിക്കേണ്ടതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, കാണേണ്ടതല്ല അവർ കാണുന്നത്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളുണ്ട്, പക്ഷെ അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം. അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽ ഹും അദൽ. അതിനേക്കാൾ മോശപ്പെട്ടവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ ദീനിന്റെ കാര്യത്തിൽ, അല്ലാഹുവിന്റെ കാര്യത്തിൽ, പടച്ചറബിന്റെ വചനത്തിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ ആയാത്തുകളിൽ, ആഖിറത്തിന്റെ വിഷയത്തിൽ അവർ ഗാഫിലീങ്ങളാണ് എന്ന് ഖുർആൻ പറയാണ്. ഹൃദയമുണ്ടായിട്ടും ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവരെ കൊണ്ടാണ് പടച്ചറബ് സുബ്ഹാനഹു വ തആല നരകം നിറക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ പ്രപിതാക്കൾ ചെയ്തു പോകുന്നത് എന്താണോ അത് മാത്രമേ പിൻപറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ സത്യനിഷേധികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അവലൗ കാന ആബാഹും, നിങ്ങളുടെ പ്രപിതാക്കൾ ആയിരുന്നെങ്കിലോ, ലാ യഅഖിലൂന ശൈഅ, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാത്തവരായിരുന്നെങ്കിലോ, പഠിക്കാത്തവരായിരുന്നെങ്കിലോ നിങ്ങളും അതുപോലെ ആകേണ്ടതുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചിന്ത പടച്ചറബ് നമുക്ക് നൽകിയ ഒരു നിഅമത്താണ്. ചെറുപ്പത്തിൽ തന്നെ ഓട്ടിസം ബാധിച്ച മക്കളെ നമ്മൾ കാണാറുണ്ട്. എവിടെ, എന്ത്, എപ്പോൾ, എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാതെ, സ്വബോധമില്ലാതെ മുന്നോട്ടു പോകുന്ന ഈ മക്കളുടെ വയസ്സ് ഒരുപക്ഷെ നമ്മളെക്കാളും വയസ്സായിരിക്കാം. 10-45 വയസ്സായിട്ടും പിഞ്ചു മക്കൾ പോലും കാണിക്കുന്ന മെച്യൂരിറ്റി കാണിക്കാത്ത, പക്വത കാണിക്കാത്ത, സ്ഥലകാല ബോധം കാണിക്കാത്ത ആളുകൾ നമുക്കിടയിൽ ജീവിക്കുമ്പോൾ പടച്ചറബ് സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഒരു ശേഷി എത്രത്തോളം വലിയ നിഅമത്താണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ അത് മാത്രം മതിയായതാണ്. അതിന് ഒരിക്കലും നശിപ്പിക്കാതെ മദ്യവും മയക്കുമരുന്നും കഴിച്ച് നമ്മുടെ ബോധത്തെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ നശിപ്പിച്ചു കളയാതെ പിശാചിനും പിശാചിന്റെ കൂട്ടാളികൾക്കും വിട്ടുകൊടുത്ത് യാതൊരുവിധ ചിന്തയും ആലോചനയുമില്ലാത്ത വഴികൾ തെരഞ്ഞെടുത്ത് ജീവിതം നശിപ്പിച്ചു കളയുന്നൊരവസ്ഥയില്ലാതെ തികഞ്ഞ ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രേരിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എത്ര ഇടങ്ങളിലാണ് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അഫലാ തതഫക്കറൂൻ, അഫലാ തഅഖിലൂൻ, അഫലാ തതദബ്ബറൂൻ, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലിൽ അൽബാബ് ലിഉലിൽ അബ്സാർ, ഇങ്ങനെ ലിഉലിൻ നുഹാ, ഇങ്ങനെയുള്ള ധാരാളം പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാം. ചിന്തയുള്ള, ബുദ്ധിയുള്ള, ആലോചനയുള്ള ആളുകൾക്ക് ഇതിലെല്ലാം പാഠമുണ്ട്. ചിന്തയെ തട്ടിയുണർത്തുന്ന, ചിന്തിക്കാനും ആലോചിക്കാനും പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ.
വിശുദ്ധ ഖുർആൻ ഒരുപാട് ഉദാഹരണങ്ങളും ചരിത്ര സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഈ ചരിത്ര സംഭവങ്ങളും ഉദാഹരണങ്ങളും എല്ലാം അല്ലാഹു ഉദ്ധരിച്ചിട്ട് അവസാനം പറയുന്നത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ പാഠമുണ്ട് എന്നാണ്. ജനങ്ങളെ കാണിക്കാൻ സമ്പത്ത് ചിലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം ഒരു തോട്ടം പോലെയാണ്. വെറും തോട്ടമല്ല, ഒരു ചെറിയ ഒരു വയലല്ല അയാൾക്ക് കൊടുത്തത്. അയാൾക്ക് വിശാലമായ തോട്ടമാണ്. അതിൽ ഈത്തപ്പഴമുണ്ട്, മുന്തിരിയുണ്ട്, സമൃദ്ധമായിട്ടുള്ള വിഭവങ്ങളുണ്ട്. പക്ഷേ ഒരു നേരം, ഒരു നിമിഷം ആ തോട്ടത്തെ ഒരു തീക്കാറ്റ് ബാധിച്ച് അതെല്ലാം കരിഞ്ഞു പോവാണ്. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയല്ലാതെ മറ്റു ആളുകളെ കാണിക്കാനും അവരുടെ പ്രശംസ പിടിച്ചു പറ്റാനും സമ്പത്ത് ചിലവഴിച്ചാൽ അതിന്റെ ഉദാഹരണം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹ് ആയത്തിനെ കൺക്ലൂഡ് ചെയ്യുന്നത് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് ലഅല്ലകും തതഫക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ നിങ്ങൾക്ക് വ്യക്തമായി വിശദീകരിച്ച് നൽകുകയാണ്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കണം എന്ന നിലക്കാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ദുനിയാവിന്റെ ഉദാഹരണം, ആകാശത്തുനിന്ന് മഴ പെയ്ത് വിത്ത് മുളച്ച് പിന്നീട് അത് പച്ച പുതച്ചു നിന്ന് അതിന്റെ കായ്ക്കനികൾ നൽകി പിന്നീട് അത് ഉണങ്ങി മണ്ണോട് മണ്ണ് ചേരുന്ന സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തിൽകല്ലം താലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തെ ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സസ്യത്തോട് ഉപമിച്ചുകൊണ്ട് അല്ലാഹു വിവരിച്ചു നൽകുകയാണ്. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കണം, നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോകരുത്, നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന അല്ലാഹു പറഞ്ഞത്. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി പണിയെടുക്കരുത്, നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നോക്കിയിട്ട് ദൈവമില്ലെന്ന് പറയാനല്ല യുക്തിയുള്ള ബുദ്ധിയുള്ള ഒരുത്തിനെ പ്രേരിപ്പിക്കുക, മറിച്ച് ദൈവമുണ്ടെന്ന് പറയാനാണ് പ്രേരിപ്പിക്കുക. സൂറത്തുൻ നഹ്ലിന്റെ 10 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ മുഴുവൻ കൺക്ലൂഷനും ആയത്തുകൾ ഓരോന്നും അവസാനിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത് എന്നിത്യാദി ചോദ്യങ്ങളിലൂടെയാണ് ഖുർആനിന്റെ ആ ആയത്തുകളെല്ലാം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പടച്ചറബ് നമുക്ക് നൽകിയ ഈ ചിന്തയെ ഗുണപ്രദമായി നമ്മുടെ ഇഹപാര വിജയത്തിന് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ആളുകൾ പറയാറുണ്ട്, എനിക്ക് വല്ലാത്ത മാനസിക വിഷമമാണ്, എന്തേ, എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷമം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു സുവിശേഷമാണ്. കാരണം ചിന്തിക്കുന്നവനെ വിഷമുണ്ടാവൂ, ആലോചിക്കുന്നവനെ വിഷമുണ്ടാവൂ. ഞാൻ ഈ പോകുന്ന പോക്ക് ശരിയല്ല എന്ന് ചിന്തിക്കാതെ താൻ എപ്പോഴും ശരിയിലാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിന്തിക്കുന്ന ഘട്ടം മരണത്തോടുകൂടെയായിരിക്കും, പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും ഫഅന്നാ ലഹു ദിക്റ, നീ ഇപ്പോഴാണോ ചിന്തിക്കുന്നത്? ചിന്തിക്കാൻ വേണ്ടി നിനക്കൊരു ആയുസ് ഞാൻ നൽകിയില്ലേ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, ചിന്തിക്കാൻ ഉതകുന്ന ഒരു ആയുഷ്കാലം നിനക്ക് ഞാൻ നൽകിയില്ലേ? താക്കീതുകാരെയും ഞാൻ നിനക്ക് നൽകിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് നരകത്തിലെ പാപികൾ നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ നരകത്തു നിന്ന് പുറത്തേക്ക് വിടുമോ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എന്ന് കഴിവ് ചോദിക്കുന്ന, ഇളവ് ചോദിക്കുന്ന ആ സമയത്ത് മറുപടിയായിട്ട്. അപ്പോൾ ഈ ജീവിതം പടച്ചിറബ് നമുക്ക് നൽകിയത് ചിന്തിക്കാൻ വേണ്ടിയാണ്, ആലോചിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഏറ്റവും സന്തോഷമുണ്ടായ രംഗം ഏതാണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ കൂടെ താമസിക്കുന്ന ദിവസം റസൂലുള്ളാഹി എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ദരീനി യാ ആയിഷ അതഅബ്ബദു ലൈലത ലിറബ്ബി, ഇന്നത്തെ രാത്രിയിൽ പടച്ച റബ്ബിനെ ആരാധിക്കാൻ ആയിഷ നീ എന്നെ വിടണം. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുന്നതാണ് എനിക്ക് സന്തോഷം, പക്ഷേ താങ്കൾക്ക് എന്താണോ സന്തോഷം അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. താങ്കൾ എന്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ താങ്കൾക്ക് പടച്ചറബിനോട് ആരാധിക്കാൻ ഈ നൈറ്റ് വേണമെങ്കിൽ താങ്കളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റു, വുളു എടുത്തു, സുമ്മ ഖാമ യുസല്ലി, പ്രവാചകൻ നിസ്കരിക്കാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം തുടങ്ങിയതോടുകൂടെ അവിടുന്ന് കരച്ചിൽ ആരംഭിച്ചു. റസൂലിന്റെ താടി രോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകി, റസൂലിന്റെ നെഞ്ചകം കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. പ്രവാചകൻ സുജൂദിൽ കിടന്നു. പ്രവാചകന്റെ സുജൂദ് ചെയ്ത ഇടം പ്രവാചകന്റെ കണ്ണുനീരിനാൽ നനഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടും അവിടുത്തെ താടി രോമങ്ങളും അവിടുന്ന് സുജൂദ് ചെയ്ത ഇടങ്ങളുമെല്ലാം കണ്ണുനീരിനാൽ നനഞ്ഞു കുതിർന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഈ നമസ്കാരവും ഈ കരച്ചിലും
സുബഹ് വരെ നീണ്ടു. ബാങ്ക് വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് അദ്ദേഹം ചോദിച്ചു, നബി എന്തിനാണ് താങ്കൾ കരയുന്നത്? കഴിഞ്ഞു പോയതെല്ലാം പൊറുക്കപ്പെട്ടതല്ലേ അങ്ങേക്ക് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ളൊരു ദാസനാകേണ്ടതില്ലേ? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് നസലത് അലയ്യ ലൈലത ആയത്തുൻ വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ. ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഈ രാത്രിയിൽ എനിക്ക് 2 വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ആ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പാരായണം ചെയ്യുന്ന ആളുകൾക്കെല്ലാം നാശമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഖുർആനിലെ സൂറത്ത് ആല ഇംറാന്റെ 190, 191 ആയത്തുകൾ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതി കേൾപ്പിക്കുകയും ചെയ്തു. ഒരു രാത്രി മുഴുവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ കാരണമായത് ആകാശഭൂമികളുടെ രാപ്പകലുകളുടെ മാറി വരവില് ഇതിലെല്ലാം ഉറ്റാലോചിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ആയത്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ചത് എങ്കിൽ, സഹോദരന്മാരെ, ആ ഫിക്ര തഫക്കുർ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന്റെ സ്വഭാവമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിനുണ്ടാകേണ്ട കുറെ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവത്തിൽപ്പെട്ടതാണ് തഖ്വ, അതിൽപ്പെട്ടതാണ് ഖൗഫ്, അതിൽപ്പെട്ടതാണ് മഹബ്ബ, അതിൽപ്പെട്ടതാണ് റജാ, അതിൽപ്പെട്ടതാണ് തവക്കുൽ, അതിൽപ്പെട്ടതാണ് മുഹാസബ, അതിൽപ്പെട്ടത് തന്നെയാണ് അത്തഫക്കുർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ചിന്തിക്കൽ, അള്ളാഹുവിന്റെ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കൽ, നമ്മുടെ ശരീരത്തെക്കുറിച്ചും പടച്ചിറപ്പ് തന്ന നിഅമത്തുകളെക്കുറിച്ചും നമ്മുടെ ആയുസ്സിനെക്കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ പരലോകത്തെക്കുറിച്ചും നിരന്തരമായി ചിന്തിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഹൃദയത്തിന്റെ ഒരു സൽ സ്വഭാവമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു മജ്ലിസിലിരിക്കുകയായിരുന്നു. ആ മജ്ലിസിലിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് വിളക്കണഞ്ഞുപോയി. കുറച്ച് സമയം ആ മുറിയിൽ ഇരുട്ടായി. ഫലമ്മ അദാഉ സിറാജ് വജദു സുഫിയാൻ വദുമുഅഹു തൻഹമിർ മിൻ ഐനൈഹി. അദ്ദേഹം തീ അണഞ്ഞു, കുറച്ചു നേരം അവിടെ വിളക്കണഞ്ഞു, കുറച്ചു നേരം ആ റൂമിൽ ഇരുട്ടാൻ. പിന്നീട് ആ വിളക്ക് കത്തിയപ്പോൾ ആളുകൾ കാണുന്നത് സുഫിയാനു സൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖാലു മാലക്, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? കാൽ, അദ്ദേഹം പറഞ്ഞു, തദക്കർത്തുൽ ഖബർ, ഞാൻ എന്റെ ഖബറിനെ കുറിച്ച് ചിന്തിച്ചു. മുറിയിൽ കൂരിരുട്ടായപ്പോൾ കള്ളം വരോ പ്രേതം വരോ ഇതൊന്നല്ല ചിന്തിച്ചത്, കുറെ അനാവശ്യമായ ചിന്തകളും ഭീതികളുമല്ല ഉണ്ടായത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഖബർ മംലൂഅത്തുൻ ബിദ്ദുൽം ഔ കമാ ഖാൽ, ഖബർ ഇരുട്ടുകൊണ്ട് നിറഞ്ഞതായിരിക്കും എന്ന ഹദീസ് പഠിച്ച നമ്മുടെ മുൻഗാമികൾ അവർ റൂമിൽ ഇരുട്ട് പരന്നപ്പോൾ ചിന്തിച്ചത് സ്വന്തം ഖബറിനെ കുറിച്ചാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണിനെ നിറപ്പിച്ചതെങ്കിൽ, സുഹൃത്തുക്കളെ, ധാരാളം ചിന്തിക്കുന്ന നമ്മൾ എന്തിനെക്കുറിച്ചാണോ ആലോചിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഒരു സലഫ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, എവിടെ എത്തി താങ്കളിപ്പോൾ? അദ്ദേഹം പറഞ്ഞു, വസൽതു സിറാത്ത്, ഞാനിപ്പോൾ സിറാത്തിലെത്തി. അദ്ദേഹം ചിന്തിക്കാണ്, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് മരിക്കുന്നതും ആളുകൾ എന്നെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും കട്ടിലിൽ കൊണ്ടുപോകുന്നതും മയ്യത്ത് നിസ്കരിക്കുന്നതും കബറടക്കി തിരിച്ചു പോരുന്നതും പിന്നീട് കബറിൽ മലക്കുകൾ വരുന്നതും ഹിസാബും അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പും മഹ്ശറിലെ നൃത്തവും, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചിന്തിച്ച് അദ്ദേഹം പറയാണ്, ഞാനിപ്പോൾ സിറാത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് തല നരച്ചുപോയ, മുടി കൊഴിഞ്ഞുപോയവരാണ് നമ്മിലധികവും. ഈ ജീവിതം താൽക്കാലികമാണെന്ന് ചിന്തിക്കാൻ, വിശാലമായൊരു പരലോകം വരാനുണ്ടെന്ന് ചിന്തിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ചിന്തിക്കാൻ, അവന്റെ മഹത്വത്തെക്കുറിച്ച് ആലോചിക്കാൻ, അല്ലാഹു നമുക്ക് നൽകിയ സമയം, ആരോഗ്യം, സമ്പത്ത്, കുടുംബം, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, എന്താ നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? നിങ്ങളുടെ ഹൃദയം പൂട്ടിയിരിക്കുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നത്. ആ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ, മുൻ സമുദായങ്ങളെക്കുറിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്, അവന്റെ കഴിവിനെക്കുറിച്ച്, നമ്മുടെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ
തഫക്കറു ഫി ആലാഇല്ലാഹ്, അല്ലാഹു നൽകിയ നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. തഫക്കറു ഫി കുല്ലി ഷൈ, നിങ്ങൾ എല്ലാറ്റിനെക്കുറിച്ചും ചിന്തിക്കണമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കും നമുക്ക് കാണാൻ സാധിക്കും. പിശാചിനെ അകറ്റി തിന്മയിൽ നിന്ന് മാറി നിന്ന് നല്ല ചിന്തക്കുള്ള സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്ത് നല്ല വായന നല്ല ചിന്തയുണ്ടാക്കും, നല്ല കാഴ്ച നല്ല ചിന്തയുണ്ടാക്കും, നല്ല കേൾവി നല്ല ചിന്തയുണ്ടാക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹ തുദക്കിറുകുമുൽ മൗത ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾക്ക് ഞാൻ ഖബർ സന്ദർശനം വിലക്കിയിരുന്നു, ഇനി നിങ്ങൾ സന്ദർശിച്ചോളൂ, അത് നിങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാക്കും, മരണത്തെക്കുറിച്ചുള്ള ചിന്ത ജനിപ്പിക്കും. രോഗസന്ദർശനം, മരണസന്ദർശനം, നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൽ, അല്ലാഹു തന്ന നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കൽ. ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോൾ പോലും അൽഹംദുലില്ലാ വെള്ളം ലഭിച്ചല്ലോ, കുടിച്ച വെള്ളം ഇറങ്ങിയല്ലോ. ഇറങ്ങാത്ത എത്ര രോഗികളുണ്ട്? ഇറങ്ങിയല്ലോ. കുടിക്കാൻ എനിക്ക് പറ്റിയല്ലോ. വെള്ളം കുടിക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്? അളവ് നിശ്ചയിച്ചിരിക്കുകയാണ് ഡോക്ടേഴ്സ്, ചുണ്ട് നനച്ചു കൊടുക്കുകയാണ്, വെള്ളം കുടിക്കാൻ പറ്റൂല അവർക്ക്. ഇറക്കാൻ പറ്റിയതും കുടിക്കാൻ പറ്റിയതും, കുടിക്കാൻ വെള്ളം കിട്ടിയതും, അതിലപ്പുറം ഈ വെള്ളം കുടിച്ചിട്ട് ദാഹം മാറിയതും എല്ലാം പടച്ചോന്റെ നിഅമത്താണ്. അതുകൊണ്ട് മനസ്സ് തട്ടി അൽഹംദുലില്ലാ പറയാൻ, കിട്ടിയ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കാൻ, അല്ലാഹുക്ക് ശുക്റുള്ളവനാണോ ഞാൻ എന്ന് ചിന്തിക്കാൻ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉറുമ്പിന്റെ സംസാരം കേട്ട് അദ്ദേഹം പുഞ്ചിരിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ, അല്ലാഹുവേ നീ എനിക്ക് നൽകിയ നിഅമത്തിന് ശുക്ർ കാണിക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ എന്നാണ്. കൂടുതൽ വളരാനും കൂടുതൽ ഉയരാനും കൂടുതൽ നേടാനും കൂടുതൽ സന്തോഷിക്കാനും കൂടുതൽ സുഖിക്കാനും കൂടുതൽ ആസ്വദിക്കാനുമുള്ള ജ്വരമാണ് നമ്മുടെ മനസ്സിൽ ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടിയതിന്റെ വില പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, അതൊക്കെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ചിന്തകളെ ശരിയായ ദിശയിലേക്ക് വിടാൻ നമുക്ക് പറ്റണം. കാരണം ചിന്തയും ചോദ്യം ചെയ്യപ്പെടും. വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നീ എന്ത് ചിന്തിച്ചു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുകൊണ്ട് തന്നെ ആ ചിന്ത ശരിയായിട്ട് വിടാൻ നമുക്ക് പറ്റണം. ആ ചിന്തയിലാണ് പിശാചിന്റെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചിന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടുന്നു പറയാൻ കാരണം എന്താ? ചിന്തയാണ് ഏതൊരു തെറ്റിന്റെയും തുടക്കം. ആദ്യം പിശാച് വസ്വാസ് ഉണ്ടാക്കും, അപ്പോൾ ചിന്ത ജനിക്കും. അതുകൊണ്ട് ചിന്തയിലാണ് പിശാചിന്റെ കളി, ചിന്തയിലാണ് നമ്മുടെ വളർച്ചയും വികാസവും എല്ലാം. എന്നെ പ്രസംഗിക്കാൻ കൊള്ളില്ല, എന്നെ പാടാൻ കൊള്ളില്ല, എന്നെ ഇത് ചെയ്യാൻ കൊള്ളില്ല, എനിക്ക് ധൈര്യമില്ല, എനിക്ക് പേടിയാണ്, ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം ചിന്ത സമ്മാനിക്കുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് കഴിയുന്ന കാര്യമായിരുന്നാലും നിനക്കത് കഴിയില്ലെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞതുകൊണ്ടായിരിക്കണം ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ ശേഷിയില്ലാതെ നമ്മൾ രണ്ട് കാലുമില്ലാത്ത ആളുകൾ സാഹസികത ചെയ്യുമ്പോൾ രണ്ട് കാലുമുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിഷ്ക്രിയനായി നിൽക്കുന്നത് നമ്മുടെ ചിന്തയുടെ വൈകല്യമാണ്. അതുകൊണ്ട് ചിന്തയെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണം. അതിന് പറ്റിയ പഠനങ്ങളും കേൾവികളും ചിന്തകളിലുമായിട്ട് നമ്മൾ മുഴുകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ തറാ അഅയുനഹും തഫീദു മിനദ്ദമഅ മിമ്മാ അറഫു മിനൽ ഹഖ്, സത്യം ബോധ്യപ്പെട്ടതിന്റെ അടയാളമായി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമെന്നാണ്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ ഒരു ക്വാളിറ്റിയായിട്ട് പരിചയപ്പെടുത്തിയതാണിത്. ഖുർആൻ കേൾക്കുന്ന എല്ലാവരിലും എന്തുകൊണ്ട് കണ്ണുകളിൽ കണ്ണുനീർ നിറയുന്നില്ല എന്ന് ചോദിച്ചാൽ, വെറും കാതുകൊണ്ടുള്ള കേൾവി മാത്രമാണത്. വെറും നാവുകൊണ്ടുള്ള പറച്ചിലുകളും വെറും കാതുകൾ കൊണ്ടുള്ള കേൾവികളിൽ നിന്നും മാറി ഹൃദയം കൊണ്ട് സംസാരിക്കാനും ഹൃദയം കൊണ്ട് കേൾക്കാനും ഹൃദയം കൊണ്ട് സ്നേഹിക്കാനും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കാനും സാധിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ചിന്തയോടുകൂടെയുള്ള കേൾവിക്ക് വലിയ സ്വാധീനമുണ്ട്. ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. വാക്കുകൾ കേൾക്കുന്ന എന്ന് പറയാൻ യസ്മഊന എന്ന് പറഞ്ഞാൽ മതി. ഖുർആൻ പ്രയോഗിച്ചത് യസ്തമിഊന എന്നാണ്.
ഇസ്തമഅ എന്ന് പറഞ്ഞാൽ കാതിന്റെ കൂടെ ഹൃദയം കൂടെ കേൾക്കുമ്പോഴാണ്. ഹൃദയത്തിന്റെ സാന്നിധ്യത്തോടെ നാം കേൾക്കുന്നതിനാണ് ഇസ്തിമാ എന്ന് പറയുന്നത്. ദീന് കേൾക്കേണ്ടത് അബോധാവസ്ഥയിലല്ല, അശ്രദ്ധയിലല്ല, പാർഷ്യൽ ലിസണിംഗ്, പകുതി കേൾക്കലും പകുതി വേറെ എന്തൊക്കെയോ ചിന്തിക്കലും, അങ്ങനെയല്ല ഒരിക്കലും നമ്മൾ ദീന് കേൾക്കേണ്ടത്. അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിന്റെ സാന്നിധ്യത്തോടെ കാത് കൊടുത്ത് കേൾക്കുക, കാതിലൂടെ മനസ്സിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കണം. അവരാണ് ബുദ്ധിജീവികൾ, അവർക്കാണ് ഹിദായത്ത് ലഭിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫബശ്ശിർ ഇബാദ്, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയുന്നു. അതുകൊണ്ട് ചിന്തയോടുകൂടെയുള്ള കേൾവിയും കാഴ്ചയും പഠനവും പാരായണവും നമ്മിൽ സ്വാധീനമുണ്ടാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, സ്വഹാബത്തിലൊക്കെ ഖുർആൻ വലിയ മാറ്റമുണ്ടാക്കി, നമ്മളിൽ എന്താ മാറ്റമുണ്ടാക്കാത്തത് ഇതുകൊണ്ടാണ്. ഖുർആനെ കുറിച്ച് ഉറ്റാലോചിച്ച് ചിന്തിച്ച് ഓതുമ്പോഴാണ് സുഹൃത്തുക്കളെ ഖുർആന്റെ ഒരു അക്ഷരം പോലും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സിൽ വല്ലാത്ത ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ്. അത് നല്ലൊരു ചിന്തയുടെ ഫലമാണ്. ചിന്തയാണ് നമ്മിൽ ഖുർആനിന്റെ സ്വാധീനം, ഉപദേശത്തിന്റെ സ്വാധീനം ഉണ്ടാക്കുന്നത്. എല്ലാവരും ഖുത്ബ കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഉപദേശം കേൾക്കുന്നുണ്ട്. എന്തേ കേൾക്കുന്ന എല്ലാവർക്കും അതുപോലെ ജീവിക്കാൻ കഴിയാത്തത്? ഹൃദയം കൊണ്ട് കേൾക്കുമ്പോഴാണ് ശരീരത്തിൽ വല്ല മാറ്റങ്ങളും ഉണ്ടാകുന്നത്. അതതിന്റെ ഒരു ഫലമാണ്. രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, കർമ്മങ്ങളിൽ ഔത്സുക്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നല്ല ചിന്ത വേണം. നല്ല ചിന്ത ഒരു മനുഷ്യനിൽ അള്ളാഹുവിലുള്ള ഹബ്ബും കർമ്മങ്ങളോടുള്ള ഹബ്ബും ആഖിറത്തിനെക്കുറിച്ചുള്ള ബോധവും അതിനെക്കുറിച്ചുള്ള അറിവും ചിന്തയുമെല്ലാം ഉണ്ടാക്കും. അതോടൊപ്പം ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങാനും ദുനിയാവിനോടൊരു അമിത താൽപര്യം കുറയാനും അത് കാരണമാകുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അത്തഫക്കുറു ഫിൽ ഖൈർ യദ്ഉ ഇലൽ അമൽ സ്വാലിഹ്. ഒരു മനുഷ്യൻ നന്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോ നന്മകളിലേക്ക് ആ ചിന്ത അവനെ എത്തിക്കും. വന്നദമു അല ശർ, തിന്മയെക്കുറിച്ചുള്ള ആ ഒരു നദം, ഖേദം, അതൊരു മനുഷ്യനെ തിന്മ ഒഴിവാക്കാൻ കാരണമാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നന്മയെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ, ആ ചിന്ത നമ്മളെ നന്മയിലേക്ക് എത്തിക്കും. തിന്മയെക്കുറിച്ച് എന്നെ ചിന്തിച്ച് ഖേദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ഖേദം മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം അത്രയും ആ തെറ്റിലേക്ക് അടുക്കാതിരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നന്മയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, നാം ചെയ്ത തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ഖേദമുള്ളവരാവുക. അത് രണ്ടും നമ്മെ നന്മയിലേക്ക് അടുപ്പിക്കാനും തിന്മയിൽ നിന്ന് അകറ്റി നിർത്താനും സഹായിക്കും. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, റബ്ബിന്റെ ഇഷ്ടവും അവനിലുള്ള ഭയവും ജനിക്കും എന്നുള്ളതാണ്. മഹാനായ വഹബിന് മുനബ്ബഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരാള് എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അത്രത്തോളം അയാളിൽ ഭയം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ഭയം വർദ്ധിക്കും. ഒരാൾ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഒരു ചിന്ത പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള ഭയമുണ്ടാക്കും. ഹാത്തിമുൽ അസം റഹിമഹുല്ലാഹ് പറയാണ്, മിന ദിക്രി യസീദുൽ ഹുബ്. ഒരു മനുഷ്യൻ അള്ളാഹിനെ കുറിച്ച് ദിക്ർ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹിലുള്ള ഹുബ് വർദ്ധിക്കും. വമിൻ തഫക്കുർ യസീദുൽ ഖൗഫ്. ഒരാള് തഫക്കുർ ചിന്തിച്ചുകൊണ്ടേ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അയാളിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള ഭയം, ആ ഒരു സൂക്ഷ്മത വർദ്ധിപ്പിക്കും എന്നാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഫിക്ർ ധാരാളമായി നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് ഫഹ്മിലേക്ക്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശേഷിയിലേക്ക് നയിക്കും. അത് ആ ഒരു ഫഹ്മ് നമ്മെ ഇൽമിലേക്കും ആ ഇൽമ് നമ്മെ അമലിലേക്കും അള്ളാഹിലുള്ള മഹബ്ബത്തിലേക്കും അള്ളാഹിലുള്ള ഖൗഫിലേക്കും നമ്മൾ നയിക്കും. അതോടൊപ്പം എപ്പോഴും അള്ളാഹിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദീനിനെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആളുകൾ പറയുന്ന മറ്റൊരു പരാതിയാണ് ഈമാൻ നിലനിൽക്കുന്നില്ല. നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ചിന്ത ദീനിയായി പരലോക സംബന്ധമായി, യഥാർത്ഥ ജീവിതം പരലോകത്താണ്, അവിടെ സ്വർഗം കിട്ടലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതീവ ശക്തിയുള്ളവനാണ്. അള്ളാഹിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈമാൻ വർദ്ധിക്കുക. അപ്പൊ നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈമാൻ വർദ്ധിക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ കുറവുകളും നമ്മുടെ നേട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.
നേട്ടങ്ങൾ നമുക്ക് മനസ്സിലായാൽ ആ നേട്ടങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ദോഷങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായാൽ ആ ദോഷങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതിനൊക്കെ തടസ്സമായിട്ടുള്ള ഒരുപാട് ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കണ്ടേ? നമുക്കതിന് സമയമില്ലല്ലോ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അത് ചിന്തിച്ചോ, പ്രശ്നമില്ല. പക്ഷെ ഞാൻ മരിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കും അത് ചിന്തിക്കണ്ടേ? ഞാൻ മരിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കും? കടവും കള്ളിയും പലിശയും വാങ്ങി ഞാൻ ഉണ്ടാക്കി വീട്ടിൽ സ്വസ്ഥമായി കുടുംബം താമസിക്കുമ്പോ കുടുംബത്തിന് സൗകര്യമൊരുക്കാന്ന് ചിന്തിച്ചിട്ട് ഹറാമും ഹലാലും നോക്കാതെ മണ്ടിപ്പാഞ്ഞ ആൾക്ക് കബറിൽ കിടക്കാൻ പറ്റുണ്ടോ? നമ്മളെക്കുറിച്ച് നമ്മളല്ലേ ചിന്തിക്കാനുള്ളൂ. എല്ലാരെക്കുറിച്ചും ചിന്തിക്കാൻ എല്ലാവരും ഉണ്ടല്ലോ. പക്ഷെ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മെക്കുറിച്ച് മറന്നുകൊണ്ടുള്ള മറ്റുള്ള ചിന്തകളിൽ നമ്മൾ ഒരിക്കലും മുഴുകാതിരിക്കുക. അപ്പൊ നമ്മള് ഈ നല്ല ചിന്തകൾ നമുക്ക് നമ്മെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടാക്കും. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പിടിച്ച മുയലിന് 3 ചെവിയായിരിക്കും. നമ്മളെ തെറ്റുകൾ നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടാവും. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ചിന്ത എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. ഒരാളുടെ ഗുണവും ഒരാളുടെ ദോഷവും അയാൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്മകൾ വർദ്ധിപ്പിക്കാനും അത് ക്വാളിറ്റി ഉള്ളതാക്കാനും നമ്മുടെ തെറ്റുകളെ നമുക്ക് തിരുത്താനും ഒക്കെ ആ ചിന്തകൾ സഹായിക്കും എന്നുള്ളതാണ്. 6ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അറിവ് വർദ്ധിക്കുന്നത് ചിന്തയിലൂടെയാണ്. ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായാൽ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തകൾക്ക് നേരെ മറയിടും എന്നാണ് അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്. അത്തഫക്കുർ ഫി ദുനിയ ഹിജാബ് അനിൽ ആഖിറ. ദുനിയാവിനെ കുറിച്ച് മാത്രമുള്ള ചിന്ത ആഖിറത്തിനെ കുറിച്ച് മറപ്പിക്കും. അതൊരു മനുഷ്യന് കിട്ടുന്ന ശിക്ഷയാണ്. എന്നാൽ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത ഒരാൾക്ക് ഹിക്മത്തുണ്ടാക്കും, ഒരാളുടെ ഹൃദയത്തെ ജീവസുറ്റതാക്കും. അപ്പൊ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉള്ളതുകൊണ്ട് ജീവിക്കാനും സമാധാനത്തിൽ കഴിയാനും ഒക്കെ പറ്റും. ദുനിയാവിനെ കുറിച്ച് മാത്രമാകുമ്പോൾ അസൂയയും ആർത്തിയും കൂടുതൽ നേടാനുള്ള മത്സരവും കിട്ടിയതൊന്ന് ആസ്വദിച്ച്, അതായത് തിന്നുന്ന ചോറ് പോലും സമാധാനത്തോടെ തിന്നാൻ പറ്റാത്ത, കാരണം കിട്ടിയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്, ആ ഒരവസ്ഥ നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ദീനിനെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് ഹിക്മത്തുണ്ടാക്കും, നമ്മുടെ മനസ്സിനെ ജീവസുറ്റതാക്കും. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാണ്, അൽ ഫദാഇൽ 4 4 മഹത്തരമായിട്ടുള്ള 4 കാര്യങ്ങളുണ്ട്. ഒന്ന് ഹിക്മത്താണ്. എങ്ങനെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും യുക്തിപരമായിട്ട് പക്വതയോടെ ഇടപെടാനും നോക്കിക്കാണാനുള്ള ശേഷി, അതാണ് ഹിക്മത്ത്. തത്വജ്ഞാനം, പക്വത, പാകത എന്നൊക്കെ പറയാം. അതെങ്ങനെ കിട്ടുക? അൽ ഫിക്ര, ചിന്തയിലൂടെയാണ് അത് ലഭിക്കുക. അതുപോലെ തന്നെ ഇഫ്ഫത്ത്, ഐശ്വര്യം, അതെന്തിലൂടെയാണ് ലഭിക്കുക? സ്വന്തം ശഹുവത്തുകളെ പിടിച്ചു നിർത്താൻ ഒരാൾക്ക് പറ്റിയാൽ ചാരിത്രവാനായിട്ട് ശുദ്ധനായിട്ട് ഇഫ്ഫത്തോടുകൂടെ ഒരാൾക്ക് ജീവിക്കാൻ, ചാരിത്രം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. 3ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് കൂവത്താണ്, ശക്തി. അതെങ്ങനെ കിട്ടുക? ഒരാൾക്ക് തന്റെ കോപത്തെ പിടിച്ചു നിർത്താൻ പറ്റിയാൽ അയാൾ കൂവത്തുള്ള ആളായി മാറും. 4ാമത്തത് അദ്ലാണ്, നീതി. അതെങ്ങനെ ലഭിക്കുക? അത് ജീവിതത്തിൽ നീതിപൂർവകമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അതൊരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഹൃദയം ആ ഒരു നിലയ്ക്ക് ശക്തിപ്പെട്ടാൽ, സ്വന്തം ശരീരത്തോട്, സ്വന്തം നഫ്സിനോട് നീതി പുലർത്താൻ ഒരാൾക്ക് പറ്റിയാൽ അയാൾക്ക് ആ ഒരു ക്വാളിറ്റിയും ലഭിക്കും. അപ്പോൾ ഹിക്മത്തും അതുപോലെ തന്നെ പക്വതയും പാകതയും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും അറിവും കർമ്മങ്ങളോടുള്ള ഔത്സുക്യവും ഖുർആനിലുള്ള സ്വാധീനവും അള്ളാഹുവിലുള്ള ഭയവും അവനോടുള്ള സ്നേഹവും ജീവിതം ശരിക്കും ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശേഷിയും ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ പടച്ചറബ് നമുക്ക് നൽകിയ ഈ ചിന്തയെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കി സത്യത്തോടൊപ്പം മുറുകെ പിടിച്ച് നമുക്ക് ഭൗതികമായിട്ടും പാരത്രികമായിട്ടും പരിക്കുണ്ടാക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കോഴ്സിന് ചേരുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാമ്പസിൽ പോയി ചേരുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ കൂടെ ചേരുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക, അതോടുകൂടെ അയാളെ തന്നെ മിസ്സാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തേ? അറിവുള്ളവരോട് ചോദിച്ചും പഠിച്ചും ചിന്തിച്ചും മനസ്സിലാക്കിയും സ്റ്റെപ്പുകൾ മുന്നോട്ട് നയിക്കുന്നതിന് പകരം അപക്വമായ ചിന്തകളും ഒരുപാട് അലക്ഷ്യമായിട്ടുള്ള ആലോചനകളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് കാര്യങ്ങളെ സമീപിച്ചാൽ വലിയ അപകടങ്ങളിലേക്ക് എത്തും. മനസ്സിലായില്ലേ? മദ്യപാനിയാണ്,
ഡ്രഗ് അഡിക്റ്റാണ് എന്നൊക്കെ ആളുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടും ഇവനിലാണ് എനിക്ക് സന്തോഷം എന്ന് ഒരു കുട്ടി തെറ്റിദ്ധരിച്ച് അവന്റെ കൈകൊണ്ട് തന്നെ മരിച്ചില്ലേ? എന്തേ? ശരിയായ നിലക്ക് ചിന്തിച്ചു മനസ്സിലാക്കുന്നിടത്ത് സംഭവിക്കുന്ന അബദ്ധമാണ്. അതുകൊണ്ട് ചിന്തയ്ക്ക് വക്രതയില്ലാതെ നേർക്കുനേരെ ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുക. അതിന് ശരിയായിട്ട് പ്രമാണങ്ങൾ പഠിക്കാനും പഠിച്ചവരോട് ശൂറ നടത്തിയിട്ട് നമ്മുടെ നിലപാടുകൾ രൂപീകരിക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു കുടുംബസമേതം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്തു വരുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ അല്ലാഹു എല്ലാവിധ ബർക്കത്തും റഹ്മത്തും സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കട്ടെ. നമ്മുടെ മനസ്സിലെ മോശപ്പെട്ട ചിന്തകൾ അല്ലാഹു സുബ്ഹാനഹു തആല നന്നാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാം ഭയക്കുന്ന രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ അകറ്റുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അല്ലാഹു അവർക്ക് എല്ലാവർക്കും ആശ്വാസവും ഷിഫാഉൻ ആജിലും പ്രദാനം ചെയ്യട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. മനുഷ്യരക്തം കണ്ട് കുതിതീർന്നിട്ടില്ലാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നരഭോജികൾക്ക് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു നമുക്ക് നൽകിയ സമാധാനവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റമില്ലാതെ നിലനിർത്തുമാറാവട്ടെ. അല്ലാഹു ഈ ജനാധിപത്യ രാഷ്ട്രത്തെ സംരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനും അത് പ്രീച്ചിങ് നടത്താനുമുള്ള ഫ്രീഡം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഐക്യത്തോടെ, സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ ജീവിക്കാൻ അല്ലാഹു എല്ലാവിധ തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. രാജ്യത്ത് അനൈക്യവും ചിദ്രതയും കലാപവും വിതക്കാൻ ഉദ്ദേശിക്കുന്നവർ പടച്ചുവിടുന്നവരുടെ തന്ത്രങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുകയും വിപരീതമായ റിസൾട്ട് അതുകൊണ്ടുണ്ടാക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.